ട്രേഡിംഗ് ഒക്കെ ഹൈലി റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊക്കെ നമ്മുടെ ഫണ്ട് കൊണ്ടുപോയാൽ ലോസ് ആവും. അതുപോലെ ക്രിപ്റ്റോ കറൻസി പോലുള്ള ഫണ്ട്സിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഫണ്ട് ലോസ് ആവും. ഞാൻ ബിഗിനറാണ്, എനിക്ക് ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് ഞാൻ ട്രേഡിംഗ് അങ്ങനെ പഠിക്കാം, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഒരു എഡ്യൂക്കേഷൻ മേഖല തന്നെയാണ്. അത് പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലോട്ട് ഇറങ്ങി പഠിച്ചാൽ നിങ്ങൾക്കും ഗ്രാഫ് റീഡ് ചെയ്യാൻ കഴിയും, ട്രേഡിന്റെ സ്റ്റോക്സ് നോക്കാൻ അറിയും, എങ്ങനെ കറൻസി തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയും. അങ്ങനെ ട്രേഡിങ്ങിലൂടെ പഠിച്ച് മുന്നേറി പ്രോഫിറ്റ് ഉണ്ടാക്കാനും കഴിയും. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ എനിക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറൊന്നുമില്ല, ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കൊന്നും വേണ്ട, കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഹൈ റിട്ടേൺസ് ഒക്കെ കിട്ടുന്ന വല്ല മേഖലയുണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഫണ്ട് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് നേടാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. Paytm ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗോൾഡിന്റെ പ്രൈസ് ഫ്ലക്ച്വേഷനിൽ ഇന്ന് മുതൽ പ്രോഫിറ്റ് നേടി തുടങ്ങിക്കോളൂ. അതുപോലുള്ള ഒരു സേഫ് ആയിട്ടുള്ള മേഖലയാണ് ഇന്ന് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. അതാണ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് ആർ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ദീസ് ഡേയ്സ്. എ മ്യൂച്വൽ ഫണ്ട് ഈസ് an investment vehicle formed when an asset management company or fund house pooled investment from several individuals and institutional investors with common investment objectives. മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു വാഹനമാണ്. AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇവർ നമ്മുടെ കയ്യിലുള്ള ഫണ്ട്സ് അതുപോലെ കമ്പനികളുടെ കയ്യിലുള്ള ഫണ്ട്സും എടുത്തതിന് ശേഷം മാനേജ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന ഒരു വഴിയാണിത്. ഇതും ട്രേഡിംഗിന്റെ മറ്റൊരു മേഖലയാണ്. അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഒരു ഫണ്ട് മാനേജർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് അദ്ദേഹമാണ് നമ്മുടെ ഫണ്ട്സ് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് തരുന്നത്. നമുക്ക് റിസ്ക് വരേണ്ട, നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് ഐഡിയ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം നമ്മുടെ ഫണ്ട് കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തന്നോളൂ. A fund manager who is financial professional manages the pooled investment. He or she purchases securities such as stocks and bonds that are in line with investment mandate. ഫണ്ട് മാനേജർ എന്ന് പറയുന്ന വ്യക്തി നല്ല എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്. അദ്ദേഹം ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ച വ്യക്തി കൂടിയാണ്. ഇദ്ദേഹം നമ്മൾ ഫണ്ട് എടുത്തതിന് ശേഷം നല്ല നല്ല സ്റ്റോക്സ് നോക്കിയിട്ട് ചെയ്തിട്ട് നമ്മൾ ഫണ്ട് അതിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ ചില ബോണ്ട്സ് ഉണ്ടാവും, 1 കൊല്ലത്തിന്റെയോ 2 കൊല്ലത്തിന്റെയോ ഒക്കെ. ഈ ബോണ്ട്സിൽ നമ്മൾ ഫണ്ട് കൊണ്ടുപോയിട്ടാൽ എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ബോണ്ട്സ് അതുപോലെ സ്റ്റോക്സ് ഒക്കെ നോക്കിയിട്ട് ഇദ്ദേഹം നമ്മുടെ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് ഫണ്ട് ഇദ്ദേഹം ഇവിടെ ഇട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ലോസ് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഫണ്ട് കുറച്ചുകൂടി നല്ല സ്റ്റോക്സിൽ ഇട്ടിട്ട് ഇവിടെ പ്രോഫിറ്റ് അതിന് പകരം ഉണ്ടാക്കുന്നു. അങ്ങനെ ഇത് മാനേജ് ചെയ്തിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും മേലോട്ട് ഉയർത്താൻ നോക്കുന്ന വ്യക്തിയാണ് ഫണ്ട് മാനേജർ. By investing in mutual funds, the investors need not worry about concentration risk as the fund manager invests across several instruments. Therefore, investing in mutual funds is an excellent way of diversifying your investment. ഇപ്പോൾ ഞാൻ പറഞ്ഞ സെന്റൻസ് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്തോളും. Net asset value. The price of fund unit of a mutual fund is referred as net asset value. ഈ ഫണ്ട് മാനേജറുടെ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത്. NAV of a mutual fund is calculated by dividing the total worth of assets in the portfolio minus liabilities. നമ്മളെല്ലാവരും ഫണ്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇദ്ദേഹത്തിന്റെ നെറ്റ് അസറ്റ്. ഈ നെറ്റ് അസറ്റ് ഒരുപാട് സ്റ്റോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റോക്സിലൊക്കെ ഇദ്ദേഹത്തിന് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ടാവും, ലിയബിലിറ്റീസ് വന്നിട്ടുണ്ടാവും. ലിയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാധ്യത വന്നിട്ടുണ്ടാവും. അപ്പൊ ഇയാളെ ഈ അസറ്റിൽ നിന്നും ഈ ലിയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്, അതാണ് നെറ്റ് അസറ്റ് വാല്യൂ. ഇതാണ് നമ്മുടെ ഗ്രാഫിൽ കാണിക്കുക, നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട്. മ്യൂച്വൽ ഫണ്ട്സ് പലതരം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് അപ്ലിക്കേഷൻ പരിചയപ്പെടുമ്പോൾ പറയാം. Everyone who has a particular financial goal, short term or long term, need to invest in mutual fund. ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾ എന്ന് പറയുമ്പോൾ എനിക്ക് 2 കൊല്ലം കൊണ്ട് ഒരു ബൈക്ക് വാങ്ങിക്കണം, കാർ വാങ്ങിക്കണം എന്നുള്ളതൊക്കെ ഷോർട്ട് ടേം ഗോളായിട്ട് കൂട്ടാം. എനിക്ക് എൻ്റെ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു വീട് വെക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ലോങ് ടേമും ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് ഉള്ള വ്യക്തികൾക്ക് മ്യൂച്വൽ ഫണ്ട് വളരെ സേഫ് ആണ്. മ്യൂച്വൽ ഫണ്ടിൽ കൊടുത്തൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫണ്ട് ലോസിലോട്ടല്ല പോകുന്നത്, നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും ഡൈവേഴ്സ് ചെയ്ത് മുകളിലോട്ടാണ് പോകുന്നത്. അതാണ് ഈ മേഖലയുടെ പ്രത്യേകത. നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള 2 ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് Paytm Money ആണ്, മറ്റേത് Grow ആപ്പ് ആണ്. ഇതിൽ രണ്ടിലും നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. സേഫ് ആയിട്ട് കുറച്ചായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോഫിറ്റ് നേടുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങളെ ഫണ്ട്സ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പ്രോഫിറ്റ് നേടുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും
ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കാൻ മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആപ്ലിക്കേഷനിൽ ആദ്യം നമുക്ക് Paytm മണിനെ കുറിച്ച് പരിചയപ്പെടാം. Paytm മണി, ഈ Paytm മണി, Paytm ഗോൾഡ്, Paytm ബാങ്ക് ഒക്കെ ഒന്ന് തന്നെയാണ്. ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ ലോഗിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സൈനപ്പ് ചെയ്യാം. ഐ ഡോണ്ട് ഹാവ് എ Paytm അക്കൗണ്ട്, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് സൈനപ്പിൽ മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ലെറ്റേഴ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഓപ്ഷണലാണ്. സൈനപ്പ് കൊടുക്കുക, സൈനപ്പ് ഇൻ പ്രോഗ്രസ്. ഒരു OTP വരും, അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ഓർ ഫീമെയിൽ, അത് കൊടുത്തു കഴിഞ്ഞാൽ സൈനപ്പ് വീണ്ടും പ്രോഗ്രസ്സിലാണ്. എല്ലാ ആപ്ലിക്കേഷൻ്റെ പോലെയും ഇതിലും നമ്മുടെ KYC ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഇതിൽ ലോഗിൻ ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളടത്ത് ഇപ്പോൾ കാണിക്കുന്ന ഈ വാല്യൂ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടാണ്. ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളവർക്ക് ഇതിൽ വന്നിട്ടും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. ടാക്സ് സേവർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ടാക്സ് സേവ് ചെയ്യണം, അപ്പോൾ അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ട്സ് ടാക്സ് സേവർ ഫണ്ട്സിലുണ്ടാവും. ഫണ്ട്സ് വിത്ത് ബെസ്റ്റ് റിട്ടേൺസ്, നല്ല റിട്ടേൺസ് കിട്ടാനുള്ള, പിന്നെ 100 രൂപ ഉള്ളെങ്കിൽ ആ 100 രൂപ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. കോളേജ് സ്റ്റുഡൻസ് അതുപോലെ ട്രേഡിംഗിൽ ബിഗിനേഴ്സ് ആയവരുടെ കയ്യിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് സ്റ്റാർട്ട് വിത്ത് 100 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ വന്നു കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ അലോക്കേഷൻ എന്നുള്ളത് പലതരം സെക്ടേഴ്സ് കാണാം. ഫിനാൻഷ്യൽ സെക്ടേഴ്സ് 32.57% അതിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമൊബൈൽസ്, വണ്ടികളുടെ സർവീസ്, കെമിക്കൽസ്, ഫുഡിന്റെ FMCG, അങ്ങനത്തെ പലതരം മ്യൂച്വൽ ഫണ്ട്സ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ടോപ്പ് ഹോൾഡിംഗ്സ് നോക്കി കഴിഞ്ഞാൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ ഹോൾഡിംഗ്സ് വന്നിട്ടുള്ളത്? ICICI ബാങ്ക്, HDFC ബാങ്ക്, ബജാജ് ഫിനാൻസ്, നമുക്ക് അറിയുന്ന കമ്പനികൾ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ കാണിച്ചതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരം മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് കാണാം. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഹൈ റിട്ടേൺസ് ഏതാ നൽകുന്നുള്ളത് നിങ്ങൾ തന്നെ ഈ ആപ്ലിക്കേഷൻ വെച്ച് റിസർച്ച് ചെയ്ത് നോക്കുക. ഹൈ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ ഒരു കൊല്ലത്തിന് നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് കിട്ടും എന്നുള്ളത് ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. അതിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല നല്ല കമ്പനികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ കമ്പനി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 1 മന്തിന് കിട്ടുന്ന റിട്ടേൺസ് ആണെങ്കിൽ താഴെ 1 മന്ത് നോക്കാം. 3 മന്തിന് എത്ര റിട്ടേൺസ് കിട്ടുന്നുണ്ടെങ്കിൽ 3 മന്ത് നോക്കാം. 1 ഇയർ, 5 ഇയർ, അങ്ങനെ എത്രയുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ ഷോർട്ട് ടൈമിൽ 1 ഇയർ നോക്കാം. നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് വന്ന ഹൈ റിട്ടേൺ നോക്കൂ, 220.50% ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അതുപോലെ 143.20, 129. നമ്മളെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഫണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നഷ്ടമാണ്? നമുക്ക് 8%, 9% ഒക്കെ ഉള്ളൂ നമുക്ക് റിട്ടേൺസ് തരുന്നുള്ളൂ. ഞാനൊരു 10,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 10,000 ഒരു വർഷം കൊണ്ട് ഇവർ പറയുന്നത് എനിക്ക് റിട്ടേൺ കിട്ടുന്നത് 22,049 രൂപയാണ്. ഓക്കെ, അപ്പൊ ഏകദേശം 12,049 രൂപ എനിക്ക് പ്രോഫിറ്റ് ആണ്. സ്റ്റാർട്ട് SIP എന്നുണ്ട്. ഈ സ്റ്റാർട്ട് SIPയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു മാസം എത്ര വെച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഒരു മാസം എനിക്ക് ആകെ 500 രൂപ വെച്ചിട്ട് ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ മിനിമം 500 ഉണ്ടാവും. ഈ 500 ടൈപ്പ് ചെയ്തിട്ട് നമ്മളിതിൽ പ്രൊസീഡ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കലണ്ടർ വരും. ആ കലണ്ടറിൽ ഏത് ഡേറ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് എനിക്ക് എല്ലാ മാസവും 1-ാം തീയതിയാണ് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ 1-ാം തീയതി Paytm ബാങ്കിൽ നിന്ന് 500 രൂപ വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ Paytm ബാങ്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബാങ്കിലോട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ 1-ാം തീയതിയും കറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് 500 എടുത്തോളും. നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കൊല്ലം ആകുമ്പോഴേക്കും 6,000 രൂപയോളം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 220% ആണ് അവർ പ്രോഫിറ്റ് നൽകുന്നത്. അതായത് 13,200 രൂപ കിട്ടും. ഇതിൽ സ്റ്റാർട്ട് വിത്ത് 100ന്റെ ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നോക്കാം. 100 രൂപ വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ 191% കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഫസ്റ്റ് ഉള്ളത് ICICI Prudential Commodities Fund Direct Growth. നമ്മൾ കേട്ട ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. 1,200 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,300 രൂപയുടെ അടുത്താണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇതേ മെത്തേഡ് തന്നെയാണ് വേറെ ആപ്ലിക്കേഷൻ, ഗ്രോ ആപ്ലിക്കേഷൻ. ഈ ഗ്രോ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാലും സൈനപ്പ് ചെയ്യുക. ഇതേ മെത്തേഡ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടും ഒരേ പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പം ഇത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാവരും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. കൂടുതൽ പഠിച്ചതിന് ശേഷം Paytm Money, Grow App എന്നീ 2 ആപ്ലിക്കേഷനിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങളെ ഫണ്ട്സ് കൊണ്ടുപോയിട്ട് നല്ല ഹൈ റിട്ടേൺസ് കിട്ടുന്നതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു 6 മാസമോ 1 ഇയറോ വെയിറ്റ് ചെയ്തിട്ട് ഒരു റിസ്ക് നേടാതെ നല്ല പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ. ഫ്രണ്ട്സിന് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസിൽ മുഹമ്മദ്.